ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൊന്തപ്പത്തിൻ്റെ 10-ാം ദിവസത്തിലേക്ക്, അവസാന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ കഴിഞ്ഞ 9 ദിവസമായി പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധ്യാനിച്ച് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് ഈ അവസാന ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയെ അലങ്കരിച്ച 10 ദൈവിക പുണ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദൈവമക്കൾക്ക് അവരുടെ അലങ്കാരം ഈ ദൈവിക പുണ്യങ്ങൾ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് അലങ്കാരം ലോകത്തിൻ്റെ അലങ്കാരമാകരുത്. പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ ഇതൊന്നുമല്ല നിങ്ങൾക്ക് അലങ്കാരമായി മാറേണ്ടത്. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമാകുന്ന ആത്മാവിനെ അണിഞ്ഞ ആന്തരിക സൗന്ദര്യം. നമ്മുടെ ശ്രദ്ധ ബാഹ്യമായ സൗന്ദര്യത്തിലോ അതോ ഈ ആന്തരിക സൗന്ദര്യത്തിലോ? ആത്മാവിനെ അണിയുമ്പോഴാണ് ആന്തരിക സൗന്ദര്യമുണ്ടാവുക. ഏതൊരു ക്രിസ്ത്യാനിയും ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ, ചർമ്മകാന്തിയേക്കാൾ ആഗ്രഹിക്കേണ്ടത് ഈ ആത്മീയ സൗന്ദര്യമാണ്. ഈ ആത്മാവിനെ അണിഞ്ഞു കഴിയുമ്പോൾ നമ്മിൽ സൗമ്യത, ശാന്തത എന്നീ പുണ്യങ്ങൾ വളർന്നു വരും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 10 സ്വർഗീയ പുണ്യങ്ങൾ. ഒന്നാമത്തേതാണ് അഗാധമായ എളിമ. ഇത് പരിശുദ്ധ അമ്മയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകൻ 3:18 പറഞ്ഞിരിക്കുന്നത്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാവും. അപ്പോൾ എത്ര ഉന്നതനാണ് നമ്മളെങ്കിലും നമ്മെ അലങ്കരിക്കേണ്ടത് വിനയമാണ്, ആ സ്വർഗീയ പുണ്യമാണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ സ്വർഗീയ പുണ്യമാണ് സജീവ വിശ്വാസം. വചനം പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. വിശ്വാസമുള്ളവർക്ക് ദൈവത്തിൽ നിന്ന് എന്തും നേടിയെടുക്കാൻ പറ്റും. മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്, വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. മൂന്നാമത്തെ സ്വർഗീയ പുണ്യമാണ് അന്ധമായ അനുസരണം. വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അനുസരണം അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കും. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 27-28 വചനങ്ങൾ. വീണ്ടും യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19 മുതൽ വായിക്കുമ്പോൾ, അനുസരിച്ചാൽ നീ ഐശ്വര്യം ആസ്വദിക്കും, അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നീ വാളിനിരയായിത്തീരും. അതാണ് ദൈവവചനം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത ദൈവിക പുണ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് 4-ാമത്തേത് നിരന്തരമായ പ്രാർത്ഥന. നമ്മൾ കാണുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-35 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങൾ ദുർബലമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദുർബലമായാൽ ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴും. അത് സംഭവിക്കാതിരിക്കാൻ, ആ നാശം സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുവിൻ. അതാണ് വചനം നമുക്ക് നൽകുന്ന ആ വലിയ സന്ദേശം. 5-ാമത്തെ കാര്യമാണ് എല്ലാറ്റിലും ആശാനിഗ്രഹം. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്നത് എല്ലാം നമുക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആവശ്യങ്ങളെ ഇഷ്ടങ്ങളിൽ നിന്ന് വേർതിരിച്ച് കാണാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് കീഴടക്കണം. ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത്യാവശ്യം, ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറണം എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് പാടില്ല. പിന്നെ നമ്മൾ കാണുകയാണ് 6-ാമത്തെ കാര്യമാണ് ഊഷ്മള സ്നേഹം. സ്നേഹമില്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി വട്ടപൂജ്യം. നാം ക്രിസ്ത്യാനികളാണെന്ന് മറ്റുള്ളവർ പറയേണ്ടത് പോലും നമ്മൾ സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ്. യോഹന്നാൻ 13:35 വായിക്കുമ്പോൾ ഈ ഒരു കാര്യം നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. 7-ാമത്തെ കാര്യമാണ് വീരോചിതമായ ക്ഷമ. ആത്യന്തികമായിട്ടുള്ള ക്ഷമ,
റാഡിക്കൽ ഫൊർഗീവ്നെസ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വിസ്മയകരമായ നേട്ടമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. തന്നെ കല്ലെറിഞ്ഞു കൊന്ന തൻ്റെ വൈരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്തെഫാനോസിനെ കാണാൻ പറ്റും. തന്നെ കുരിശിലേറ്റി തന്നെ കൊല്ലുന്ന, വധിക്കുന്ന ആ വൈരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ ഇങ്ങനത്തെ വീരോചിതമായ ക്ഷമ നമുക്കും കാണിക്കാൻ പറ്റും. എട്ടാമത്തെ കാര്യമാണ് മാലാഖയെപ്പോലുള്ള മാധുര്യം. ക്രിസ്തീയ ജീവിതം കയ്പ് നിറഞ്ഞതാകാതെ മധുരമുള്ളതാകണം. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവർക്ക് കയ്പ് നിറഞ്ഞ അനുഭവമല്ല കൊടുക്കേണ്ടത്, മധുരമുള്ള അനുഭവം. അതിന് ദൈവത്തെ അറിഞ്ഞ് ദൈവസ്നേഹത്തിൽ നമ്മൾ വളർന്നാൽ ഈ പുണ്യം നമ്മളെ അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അപ്രകാരമായി മാറും. ഒൻപതാമത്തെ കാര്യമാണ് ദൈവിക പരിശുദ്ധി. പരിശുദ്ധി, വിശുദ്ധി ഇതില്ലാതെ യഥാർത്ഥ ക്രിസ്ത്യാനിയായി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിതാവ് പരിശുദ്ധനാണ്, അതുപോലെ ആ പിതാവിൻ്റെ മക്കളും പരിശുദ്ധരായിരിക്കണം. അങ്ങനെ ഒരു വിളി ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അവസാനത്തേതാണ് ദൈവിക ജ്ഞാനം. സ്വർഗീയമായിട്ടുള്ള വലിയൊരു സമ്പത്താണ് ദൈവിക ജ്ഞാനം. ഈ ജ്ഞാനം സിംഹാസനം എന്നറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയെ അലങ്കരിച്ചിരുന്ന ഒരു കാര്യമാണ്. ഈ 10 പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ച് അത് നമ്മുടെ അലങ്കാരമായി മാറിയാൽ പ്രിയപ്പെട്ടവർ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാകും. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി മാറും. അതിനുവേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് ഈ നൊവേനയിൽ പങ്കുചേർന്ന് അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് ആത്മീയ സമ്പത്ത് ലഭിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ആത്മീയ സമ്പത്ത് കൈവരുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ദൈവമാതാവും ഞങ്ങളുടെ മധ്യസ്ഥയുമായ പരിശുദ്ധ കന്യകാമറിയമേ, മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. വാത്സല്യനിധിയും കരുണ നിറഞ്ഞവളുമായ പരിശുദ്ധ മറിയമേ, അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ഞങ്ങളെ അങ്ങേ കരങ്ങളിൽ വഹിച്ച് സ്വർഗത്തിൽ എത്തിക്കണമേ. ഞങ്ങളുടെ ശരീരവും ആത്മാവും അശുദ്ധമാകാതിരിക്കാനും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തീരുമാനങ്ങളും അങ്ങയുടെ തിരുക്കുമാരന് പ്രീതികരമാകാനും ഞങ്ങളെന്നും സത്യമാർഗത്തിൽ നയിക്കപ്പെടാനും അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ അമ്മേ, ദൈവമാതാവേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളിലെ എല്ലാ തിന്മയും അശുദ്ധിയും അകന്നു പോകാനും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മീയ കരുത്ത് ഞങ്ങൾക്ക് ലഭിക്കാനും അമ്മ ഞങ്ങൾക്ക് തുണയാകണമേ. അമ്മയുടെ വിശ്വാസ ചൈതന്യവും പരസ്നേഹവും ശുശ്രൂഷ മനോഭാവവും സഹനശക്തിയും ഞങ്ങൾക്ക് ലഭിക്കാനും അമ്മയെപ്പോലെ ഞങ്ങളും ദൈവഹിതത്തിന് വിധേയപ്പെടുന്നവരാകാനും അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് അതെല്ലാം ഞങ്ങൾക്ക് നിറവേറ്റി തരണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.